Alhamdulillahi Rabbil Alameen. Alhamdulillahi nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله ليظهره على الدين كله ولو كره المشركون. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي أدركني يا رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. സ്നേഹാദരണീയരായ ശബ്ദം ശ്രവിക്കുന്ന സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട ശ്രോതാക്കളിലെ സഹോദരി സഹോദരന്മാർ, അനുജന്മാർ, അനുജത്തിമാർ, മുതലും സുഹൃത്തുക്കൾ, നമ്മുടെ മഹത്താകുന്ന മതവിജ്ഞാന സദസ്സ് അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാരാവട്ടെ. പരിശുദ്ധ റമദാനിന്റെ റമദാൻ വിജയികളിൽ പെടുത്തുന്ന വിഭാഗങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗങ്ങളിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമദാൻ കേടായി സാക്ഷി നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അൽ-ഉസ്താദ് ജൗഹറുൽ അൻവാർ അബ്ദുൽ നാസർ മഅദനി ഉസ്താദ് അവർകൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു ദീർഘായുസ്സും ആയുരാരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാരാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്, ഈ ഉമ്മത്തിന് ദീർഘകാലം നേതൃത്വം നൽകുന്നതിന് അല്ലാഹു ആയുരാരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫ, ആജിലായ ശിഫ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ മഹാരഥന്മാരാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സാദാത്തുക്കൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, വിശുദ്ധ ഇസ്ലാമിന്റെ മുഴുവൻ ഉലമാക്കൾക്കും അല്ലാഹു ദീർഘായുസ്സും ആയുരാരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രബോധകന്മാരെ അല്ലാഹു പരിപൂർണ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. ഈ പരിശുദ്ധ റമദാൻ കാരണമായി നമ്മുടെ ദുആ സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ മതവിജ്ഞാന സദസ്സ് നമ്മൾ ഈ മെസ്സഞ്ചറിലൂടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന അറിവ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായ ഒരു വനിതയെ പറ്റിയാണ്. വനിതകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശ യാത്ര കഴിഞ്ഞ് വെറും ചില്ലര ദിവസങ്ങളുടെ മാത്രം യാത്രയ്ക്ക് വേണ്ടി അങ്ങോട്ട് ചെന്ന് മാസങ്ങളോളം അവിടെ നിൽക്കേണ്ടി വന്നു. അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും സോഷ്യൽ മീഡിയകളിൽ അവർ BBC-ക്ക് നൽകിയതായ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട്. ഒറ്റനോട്ടത്തിൽ തന്നെ ആ വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, പരിശുദ്ധ ഇസ്ലാമിന്റെ ശത്രുക്കൾ, യുക്തിവാദികൾ പടച്ചുവിട്ട വാർത്തയാണ്. പരമാവധി മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ ഇൻസ്റ്റയുൾപ്പെടെയുള്ള മീഡിയകളിൽ ആ വാർത്ത ഷെയർ ചെയ്തു പോയി എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതിനെക്കുറിച്ച് കൃത്യമായി അവർ പറഞ്ഞതായിട്ടുള്ള പല മെസ്സേജുകൾ BBC-ക്ക് അവർ അഭിമുഖം നൽകി നീണ്ടു നിൽക്കുന്ന ഒരു വിശദീകരണം. അത്രയും നേരം അവർക്ക് മീഡിയകളിൽ സംസാരിക്കാനുള്ള ആരോഗ്യമായ കഴിവില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധ ഖുർആനെ പരീക്ഷണത്തിന് വേണ്ടി വിധേയമാക്കാൻ, പഠന വിധേയമാക്കാൻ നാസയ്ക്ക് ഞാൻ ആവശ്യപ്പെടുന്നു എന്നും ട്രംപ് ഇതിന് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരുതരം വ്യംഗ്യമായ രീതിയിൽ അവസാനിക്കുന്ന ദീർഘമായ അവരുടെ അഭിമുഖത്തിനെ പറ്റിയുള്ള ഒരു മലയാളത്തിലും മറ്റു ഭാഷകളിലുമുള്ള മെസ്സേജുകൾ പ്രചരിക്കുന്നുണ്ട്. മുസ്ലിം യുവാക്കളോടും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അത് അവോയ്ഡ് ചെയ്യണം. അവർക്ക് സമൂഹത്തോട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അത് പറയട്ടെ. അതൊന്നും അത്ഭുതകരമായ കാര്യമല്ല. പരിശുദ്ധ ഖുർആനെ അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇന്ന് ബഹിരാകാശത്തേക്ക് ചെന്ന ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ മാത്രമേ വിശ്വസിക്കൂ ഈ സമൂഹം എന്ന് ആരെങ്കിലും യുക്തിവാദികൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മിഥ്യമായ ധാരണയാണ്. അങ്ങോട്ടൊന്നും നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിപാദിക്കേണ്ടതില്ല. അള്ളാഹുവിനെയും എല്ലാ അത്ഭുതങ്ങളെയും അള്ളാഹു ജല്ല ജലാലു ആകുന്ന അത്ഭുത പ്രതിഭാസത്തെ നേരിൽ കണ്ടുകൊണ്ട് മിഅ്റാജിന്റെ ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സൗകര്യങ്ങളും എല്ലാം മറന്നുകളയുന്ന, എല്ലാ സൗന്ദര്യങ്ങളും മറന്നുകളയുന്ന, എല്ലാ സന്തോഷങ്ങളും മറന്നുകളയുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നേരിട്ട് കണ്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തിരിച്ച് യാത്ര ചെയ്ത് നാമുമായി, നമ്മുടെ മുൻഗാമികളുമായി, അവിടുത്തെ ഖുലഫായി റാഷിദീങ്ങൾ ഉൾപ്പെടെയുള്ള സ്വഹാബത്തുമായി ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് നവമാധ്യമങ്ങളുടെ പ്രസരിപ്പില്ലാത്ത ഘട്ടത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ പരിശുദ്ധ മതം ഇസ്ലാം പുൽകിയിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്. അതിന് ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് സ്വഹാബാ കിറാം കാത്തുനിന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച ഒരുപാട് മുൻഗാമികൾ അനുഭവിച്ച യാതനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഅൻസിർ അശീറതകൽ അഖറബീൻ, എന്റെ പ്രിയപ്പെട്ട സമുദായമേ, സമൂഹമേ, കുടുംബക്കാരെ, കഅബാലയത്തിന്റെ അകത്തളത്തിൽ നിങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുള്ള വിഗ്രഹങ്ങൾ, അതിൽ നിങ്ങൾ ദൈവീകത കൽപ്പിക്കരുത്. ഒരു കഴിവുമില്ലാത്ത വിഗ്രഹങ്ങളിൽ ദൈവീകത കൽപ്പിക്കരുത്. അനന്തവിശാലമായ വിഹായസിനെയും പച്ചപ്പെട്ട് വിരിച്ചതുപോലെയുള്ള വിശാലമായ ഭൂമിയെയും ഭൂമിയിൽ കലകലാഴം മടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന അരുവികളെയും അരുവികൾ ചെന്നെത്തുന്ന നദികളും സമുദ്രങ്ങളും സാഗരങ്ങളും പ്രപഞ്ചത്തെ ഹരിതാപമാക്കിയ കൊടുങ്കാടുകളും കാട്ടിൽ ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളും എന്ന് വേണ്ട നിരവധി മൃഗങ്ങളെയും അവസാനം കറുത്ത പാറക്കല്ലിനടിയിൽ സഞ്ചരിക്കുന്ന കറുത്ത കട്ടുറുമ്പിനെയും അതിനെയെല്ലാം സൃഷ്ടിച്ചവക്കെല്ലാം ഭക്ഷണം നൽകുന്ന, വായു നൽകുന്ന, അന്നം നൽകുന്ന, പാനീയം നൽകുന്ന, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും സർവഗുണ സമ്പൂർണനുമായ
ജഗദീശനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏകനാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമാകുന്ന മക്കയിൽ തന്റെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിയപ്പോൾ പലരും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള കുതന്ത്രങ്ങളും അടവുകളും പ്രയാസങ്ങളും പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നിരന്തരം നടത്തിക്കൊണ്ടേയിരുന്നു. ഇസ്ലാം മതം സ്വീകരിച്ചു പോയാൽ, മുസ്ലിമായി പോയാൽ, അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ വിശ്വസിച്ചു പോയാൽ, അള്ളാഹു അഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പീഡനങ്ങൾക്ക് വിധേയമാകപ്പെടേണ്ടി വരും, പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ആളുകൾ തന്നെ തുടക്കത്തിൽ തന്നെ ആരംഭത്തിൽ പരിശുദ്ധ മതം ഇസ്ലാം മതം 7 പേർ വിശ്വസിച്ചു. സിദ്ദീഖുൽ അക്ബർ ഉൾപ്പെടെ 7 ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചതിൽ ഒരു പ്രമുഖ വനിതയാണ് ഖദീജത്തുൽ കുബ്രയുൾപ്പെടെ ഇസ്ലാം മതം സ്വീകരിച്ചതിൽ ഒരു പ്രമുഖ വനിതയാണ് ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ. അവർ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ വന്യവയോധികയാണ്, ചെറുപ്പക്കാരിയല്ല. ആദ്യം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചത് അമ്മാ റളിയല്ലാഹു അൻഹു എന്ന ആ വൃദ്ധയായ ഉമ്മയുടെ മകനാണ്. പിന്നീട് സുമയ്യ റളിയല്ലാഹു അൻഹയും അവിടത്തെ പ്രിയപ്പെട്ട ഭർത്താവ് യാസർ റളിയല്ലാഹു അൻഹും ഇസ്ലാം മതം സ്വീകരിക്കുന്നു. ഹുദൈഫ ഇബ്നു മുഗീറ എന്ന വലിയ സമ്പന്നനായ മുഗീറയുടെ അടിമയായിരുന്നു ബഹുമാനപ്പെട്ട സുമയ്യ ബീവിയും അവിടത്തെ ഭർത്താവ് യാസർ റളിയല്ലാഹു അൻഹും അവിടത്തെ കുടുംബവും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലേക്ക് യമനിൽ നിന്നും വന്ന യാസർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോടൊപ്പം അന്വേഷിക്കുവാൻ വേണ്ടി മക്കയിൽ വന്നതാണ്. മക്കയിലേക്ക് എത്തിയവർ അവിടെ വളരെയധികം പ്രയാസപ്പെട്ടു. കഅബാലയത്തിന്റെ അടുത്ത് ചെന്നു. അവിടെ എവിടെയും ആ യമനിൽ നിന്ന് വന്ന യാസർ റളിയല്ലാഹു അൻഹുവിനും കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനെ കണ്ടുകിട്ടാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ അവശതയോടെ കഅബയുടെ അടുത്ത് വളരെയധികം പ്രയാസത്തോടുകൂടെ കഴിയുന്ന, വേദനയോടുകൂടെ കഴിയുന്ന യാസർ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഹുദൈഫ ഇബ്നു മുഗീറ എന്ന സമ്പന്നനായ മക്കയിലെ കോടീശ്വരനായ വ്യക്തി അദ്ദേഹം കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിലെ അടിമപ്പെണ്ണായിരുന്ന സുമയ്യയോട് അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പറയുകയാണ്. ആദ്യ നോട്ടത്തിൽ തന്നെ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ യാസർ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്ന ഒരു സംഭവം അവിടെ സംജാതമാവുകയാണ്. യാസർ റളിയല്ലാഹു അൻഹു ഭക്ഷണമൊക്കെ കഴിച്ചു. ഹുദൈഫ ഇബ്നു മുഗീറയോട് യാത്ര പറയുന്ന സമയത്ത് തന്റെ കൂടെയുള്ള ആളുകൾ തിരിച്ച് യമനിലേക്ക് പോകും, ഞാൻ യമനിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടെ ജോലിയുമായിട്ട് കഴിയുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ദീർഘമായ ചരിത്രം. അങ്ങനെ മക്കയിൽ അദ്ദേഹം ജോലിയുമായി കഴിച്ചുകൂടുന്നു. അല്പം കഴിഞ്ഞു ഹുദൈഫ ഇബ്നു മുഗീറ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ യാസർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. വിവാഹം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന കരാർ, ആ കരാറുകൾ പാലിച്ചു തന്നെ അടിമയാണെങ്കിലും അവർക്ക് അല്പമൊക്കെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടായിരുന്നു അവർക്ക് തമ്മിൽ വൈവാഹിക ജീവിതത്തിലേക്ക് അവരെ ഹുദൈഫ ഇബ്നു മുഗീറ കടത്തിവിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ദീർഘകാലം അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് വൈവാഹിക ജീവിതത്തിൽ വളരെയധികം സന്തോഷകരമായി അവസ്ഥ കടന്നുപോയി. പ്രായമൊക്കെയായി, വാർദ്ധക്യമായി. ഹുദൈഫ ഇബ്നു മുഗീറ അവർ മരണപ്പെട്ടു പോയി. അതിനുശേഷവും അടിമപ്പെണ്ണായ ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയും ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ മതം ഇസ്ലാം മതം സ്വീകരിക്കുന്നതോടുകൂടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരികയാണ്. യാതനകൾ അനുഭവിക്കേണ്ടി വരുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. മക്കയിലെ പ്രമാണിമാർ പലരും ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ
പ്രയാസപ്പെടുത്തിയതുപോലെ മഹാനായ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിലിട്ട് പീഡിപ്പിച്ചതുപോലെ, ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി പ്രയാസപ്പെടുത്തിയതുപോലെ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ പീഡിപ്പിക്കാൻ തുടങ്ങുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, മുഹമ്മദിന്റെ മതം സത്യമതമാണോ? അമ്മാറിനോട് ചോദിക്കുന്നു, മോനെ നീ സ്വീകരിച്ച മതം സത്യമതമാണോ? അതേ ഉമ്മ, ഞാൻ സ്വീകരിച്ച മതം സത്യമതമാണ്. പ്രിയപ്പെട്ട ധർമ്മപത്നിയോട് അവിടത്തെയുടെ ഭർത്താവ് പറയുകയാണ്, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മതം സത്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇസ്ലാമിന് വളരെയധികം ശത്രുക്കളുണ്ട്. വലിയ വലിയ അബുൽ ഹക്കമിനെ പോലെയുള്ള വലിയ വലിയ ആളുകളാണ് ശത്രുക്കൾ. മുൻഗാമികൾ അനുഭവിച്ചതുപോലെയുള്ള യാതനകൾ, വേദനകൾ, പ്രയാസങ്ങൾ റംസീസ് രണ്ടാമന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയൊക്കെ അനുഭവിച്ച പോലെയുള്ള യാതനകളുടെ സംഭവങ്ങൾ, ഇങ്ങനെ ചരിത്രങ്ങളൊക്കെ യാസിർ റളിയല്ലാഹു തആല അൻഹുവിന് ലഭിച്ചത് അവിടത്തെയുടെ പ്രിയപ്പെട്ട പത്നിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രമാണിമാർ വെറുതെ വിടുകയില്ല, പീഡിപ്പിക്കും. പ്രമാണിമാർ വെറുതെ വിടുകയില്ല, ബുദ്ധിമുട്ടിക്കും. ഇതൊന്നും കേട്ടിട്ട് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് മടുക്കുന്നില്ല. നമ്മൾ സ്വീകരിച്ചിട്ടുള്ള മതം യഥാർത്ഥത്തിൽ അല്ലാഹു ഏകനാണെന്ന മതം ആണെങ്കിൽ, അല്ലാഹു ജല്ല ജലാലുഹു ഒരുവനാണെന്നുള്ള മതമാണെങ്കിൽ, ഞാൻ ഈ മതം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, 70ഓളം വയസ്സ് പ്രായമുള്ളവരാണ് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ. ചെറുപ്പക്കാരിയല്ല, എണീറ്റങ്ങ് വളരെ ശക്തിയോടുകൂടെ നല്ല രീതിയിലൊന്നും നടന്നു പോകാൻ പറ്റുന്ന വയസ്സല്ല, പ്രായമല്ല. നന്നായിട്ടൊന്ന് സംസാരിക്കുവാനുള്ള കഴിവും ഉള്ള പ്രായവുമല്ല. ആരെയെങ്കിലും തന്റെ കാര്യത്തിന് വേണ്ടി സഹായത്തിന് വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അവർ അടിമ സ്ത്രീയായിരുന്നു. അങ്ങനെ പാവപ്പെട്ട വളരെ ദുർബലമായ കുടുംബത്തിൽപ്പെട്ടവരാണ്. എന്നാൽ വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്തില്, അവരുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലുള്ള ഈമാൻ, അള്ളാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചിരിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂലിൽ സമർപ്പിച്ചിരിക്കുന്നത്, അൽ അമീനിനെ വിശ്വസിച്ചിരിക്കുന്നത് ചെറിയ കാര്യമല്ല. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ കഅബാലയത്തിന്റെ അകത്തളത്തിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ബിംബങ്ങളിലല്ല ഞാൻ ആരാധന അർപ്പിക്കുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന ഏകനായ ഇലാഹിലാണ്. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ. ഇങ്ങനെ പരിശുദ്ധ മതം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് പ്രിയപ്പെട്ടവരെ, മക്കയുടെ മണലാരുണ്യത്തില് അർദ്ധനഗ്നയായിട്ട് മക്കയുടെ മണലാരുണ്യത്തിൽ വലിച്ചയച്ചു കൊണ്ടുപോയി ചുട്ടുപൊള്ളുന്ന ചൂടത്ത്, വേലത്ത്, അഗ്നിക്ക്, നരകാഗ്നിക്ക് തുല്യമായ അഗ്നി കുണ്ടങ്ങളെല്ലാം പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പീഡിപ്പിക്കുകയാ. എന്തിനധികം പറയണം, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ശരീരത്തിന്റെ മുകളില് ഭാരമേറിയ കല്ലെടുത്തി വെക്കുന്നു. ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെ ബഹുമാനപ്പെട്ട അവിടത്തെയുടെ ഭർത്താവ് യാസിർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാ. മകൻ അമ്മാർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാ. അമ്മാറെയും പീഡിപ്പിക്കുന്നു ശത്രുക്കൾ. അബൂജഹൽ തന്നെ രംഗത്തിറങ്ങുന്നു. ആദ്യമായി അബൂജഹൽ ഇത്രയേറെ പീഡനത്തിനിരയാക്കിയ ഒരു വനിത ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റൊരാളില്ല. ഇത്രയേറെ ബുദ്ധിമുട്ടിച്ച ഒരു വനിത ഇസ്ലാമിക ചരിത്രത്തിൽ മറ്റൊരാളില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പീഡനങ്ങൾ, പ്രയാസങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആദ്യമായിട്ട് ഒരു വനിത അനുഭവിക്കേണ്ടി വരുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആ മണലാരുണ്യത്തിൽ വലിച്ചയച്ചു കൊണ്ടുപോയി കിടത്തുകയാണ്. വന്യവയോധികനായ യാസിർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നു.
ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണമെന്നുണ്ട്, പറ്റുന്നില്ല. പ്രയാസത്തോടുകൂടെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാ. ശത്രുക്കൾ വന്നുകൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുകയാണ്, ചാട്ടവാറ് കൊണ്ടടിക്കുകയാ. ഓരോ അടികളും കൊള്ളുമ്പോഴും ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹൃദയത്തിലേക്ക്, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന അവിടുത്തെ ഭാര്യയിൽ നിന്ന് പ്രചോദിതനായിരിക്കുകയാണ്. അവിടത്തെയുടെ ഈമാനിന്റെ, അവിടത്തെയുടെ പ്രഭ കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹു പ്രയാസം അനുഭവിക്കുമ്പോഴും അഹദ് 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 എന്നിങ്ങനെ വിളിച്ചോതുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ചോദിക്കുന്നു, യാസിർ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലേ, എത്ര കാലം അനുഭവിക്കണം നബിയേ? ഈ പ്രയാസം എത്ര കാലം അനുഭവിക്കണം നബിയേ? അല്ലാതെ ഈ പ്രയാസം അനുഭവിക്കുന്നതിന് പകരമായി ഞാൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് വന്യവയോധികനായ യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നില്ല. അവിടത്തെ പ്രിയപ്പെട്ട പുത്രൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പീഡിപ്പിക്കുന്നവരുടെ കണ്ണിന്റെ മുന്നിൽ കാണുകയാ. ബഹുമാനപ്പെട്ട യാസിർ റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തുന്നത് സുമയ്യ ബീവി കാണുകയാ. സുമയ്യ ബീവി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഒരു ദിവസം വന്യവയോധികനായ യാസിർ അവിടത്തെ ശരീരം നിശ്ചലമായി പോവുകയാണ്. ശത്രുക്കളുടെ പ്രഹരമേറ്റ് അവിടുന്ന് കിടന്നയിടത്ത് തന്നെ അവിടുന്ന് ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയുകയാണ്. എന്നിട്ടും സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വളരെയധികം ധൈര്യത്തോടുകൂടെ, വളരെയധികം ഈമാൻ കൈവരിച്ചുകൊണ്ട് പിന്നെയും അവിടുത്തെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ സമർപ്പിക്കുകയാണ്. എന്റെ ഭർത്താവിന് പ്രയാസം വന്നു, എന്റെ ഭർത്താവിനെ ഈ ശത്രുക്കൾ ഇവിടെ ഇല്ലാതെയാക്കി, എന്നാലും റബ്ബേ അൽഹംദുലില്ലാഹ്, എന്റെ ഹൃദയത്തിൽ ഈമാനാകുന്ന ആയുധമുണ്ട് റബ്ബേ. എന്റെ ഹൃദയത്തിലുള്ള ഈമാന് പരിചയല്ല, വാളല്ല, കത്തിയല്ല. എന്റെ ഹൃദയത്തിലുള്ള ഈമാന് നീയാകുന്ന അത്ഭുത പ്രതിഭാസമാണ് നാഥാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത്തിച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാ. സുമയ്യ ബീവിയുടെ അരികിലേക്ക് എത്തുന്നു. ശത്രുക്കളെ കൂട്ടങ്ങളെല്ലാം ഒന്നിച്ചെത്തുകയാണ്. അബൂജഹൽ മൂർച്ചയേറിയ വാളുമായിട്ട് വരികയാ. ഒരുപാട് മാസങ്ങളോളം വീണ്ടും പീഡിപ്പിക്കുകയാ, വീണ്ടും പ്രയാസപ്പെടുത്തുകയാ, വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാ. ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹ മാറുന്നില്ല. അവിടത്തെ മനസ്സിൽ മാറ്റമുണ്ടാകുന്നില്ല, വ്യതിചലിക്കുന്നില്ല. ആയിഷ ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം അള്ളാഹു അവിടുത്തെ ഹൃദയത്തിൽ അർപ്പിച്ചിരിക്കുന്ന അള്ളാഹു ആകുന്ന അത്ഭുത പ്രതിഭാസത്തിനോട് അവിടുത്തെ ഹൃദയത്തിൽ ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ കാരണമായി ബഹുമാനപ്പെട്ട ബീബി സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം അവർക്കൊരു പ്രായം പ്രശ്നമേ അല്ല. അവർക്ക് പ്രയാസമുണ്ടാകുന്നേ ഇല്ല. യാതനകളും വേദനകളും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബൂജഹൽ വന്ന് ചോദിക്കുകയാണ്, സുമയ്യ, നീ അടിമപ്പെണ്ണാണ് സുമയ്യ, കൊട്ടാരമില്ലാത്തവളാണ് സുമയ്യ, വലിയ വലിയ സംവിധാനങ്ങളില്ലാത്തവളാണ് സുമയ്യ. നിന്റെ ഭർത്താവിതാ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് സുമയ്യ. നിന്റെ മകനെയും പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ഈ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഭാരമേറിയ കല്ലുകളുണ്ടല്ലോ, ഈ കല്ലുകളെല്ലാം നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് നിനക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ട് നിനക്ക് കൊട്ടാരം നൽകാം സുമയ്യ, നിനക്ക് സമ്പത്ത് നൽകാം സുമയ്യ, നിനക്ക് വലിയ വലിയ രാജ്ഞിമാര് താമസിക്കുന്നത് പോലെയുള്ള അവസരമുണ്ടാക്കി തരാം സുമയ്യ. മാത്രമല്ല നിനക്ക് ഭൃത്യന്മാരെ, നിനക്ക് അടിമപ്പെണ്ണുങ്ങളെ കൂടുതൽ നിന്റെ വീട്ടിൽ നിന്നെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട്, പരീക്ഷിക്കുന്നതിന്, പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൈദ്യ സംവിധാനങ്ങളും നൽകാം സുമയ്യ. എന്നാൽ ഒരു ഡിമാൻഡ് മാത്രമാണ് സുമയ്യ. നീ വിശ്വസിച്ചിരിക്കുന്ന ഏക ഇലാഹ് മുഹമ്മദിന്റെ മതമുണ്ടല്ലോ, ആ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് വ്യതിചലിക്കാമോ? ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹ അവിടുന്നതാ ചെറിയ പതുങ്ങിയ സ്വരത്തിലൂടെ പറയുകയാണ് അബൂജഹലിനോട്, അബൂ ഹക്കമേ, എനിക്ക് കൊട്ടാരമില്ല എന്നുള്ളത് ശരിയാണ്,
എനിക്ക് സമ്പത്തില്ല എന്നുള്ളത് ശരിയാണ്, ഞാൻ അടിമപ്പെണ്ണാണെന്നുള്ളത് ശരിയാണ്. വന്യവയോധികയായ വൃദ്ധയായ എന്റെ വൃദ്ധനായ ഭർത്താവിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്തതും ഞാൻ കണ്ടു. എന്റെ മനസ്സിൽ മാറ്റമുണ്ടായിട്ടില്ല. നിങ്ങൾ എനിക്ക് കൊട്ടാരം നൽകിയില്ല എങ്കിലും, നിങ്ങൾ എനിക്ക് പണങ്ങൾ നൽകിയില്ല എങ്കിലും, നിങ്ങൾ എനിക്ക് അടിമപ്പെണ്ണുങ്ങളെ ധാരാളം നൽകിയിട്ട് എന്നെ ശുശ്രൂഷിച്ചിട്ടില്ല എങ്കിലും, എന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ റസൂലായിട്ടും അല്ലാഹു അഹദ് എന്നുള്ള എന്റെ വിശ്വാസത്തിൽ നിന്നും എനിക്ക് വ്യതിചലിക്കാൻ കഴിയില്ല. അബുൽ ഹക്കമേ, ആ വ്യതിചലിക്കുന്ന ഒരു പ്രയാസവും എന്നെ പ്രയാസപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. എന്തെന്നാൽ അവരുടെ ഹൃദയത്തിൽ ഈമാനാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു ആകുന്ന അത്ഭുത പ്രതിഭാസമാകുന്ന എന്നെയും നിന്നെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ടല്ലോ, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകുന്ന സർവലോക സംരക്ഷകനായ സൃഷ്ടാവ് അവൻ നിർണയിച്ചതല്ലാത്ത ഒന്നും ഉണ്ടാവുകയില്ല. അബൂജഹലെ, അബുൽ ഹക്കമേ എന്ന് അത്തിച്ചത്തിൽ പ്രഖ്യാപിക്കുകയാ. ബഹുമാനപ്പെട്ട ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹ. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ശബ്ദം ശപിക്കുന്ന മോമിനീങ്ങൾ, മോമിനാത്തുകൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ആനുകാലിക സംഭവ വികാസങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറന്നുപോകാൻ പാടില്ലാത്ത വ്യക്തിത്വങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാവാൻ പോവുകയാണ് ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ. സുമയ്യ റളിയല്ലാഹു തആല അൻഹയോട് ഇത്രയധികം അവസരങ്ങൾ കൊടുത്തിട്ട്, അവിടുന്ന് ജീവിക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്ത്, മക്കയിലെ കൊട്ടാരങ്ങൾ നൽകാമെന്ന് മക്കയിലെ സമ്പന്നനായ അബുൽ ഹക്കം അബൂജഹലും അവിടത്തെ കിങ്കരന്മാരും വന്ന് പറയുമ്പോൾ, ഇല്ല അഹദ് 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 എന്ന് അത്തിച്ചത്തിൽ വിളിച്ചു പറഞ്ഞ സുമയ്യ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിക ചരിത്രത്തില് ആദ്യത്തെ രക്തസാക്ഷിയാകാൻ പോകുന്നതിന് മുമ്പ് ഈ അവസരം നൽകിയപ്പോൾ ആ അവസരത്തിനെ തള്ളിക്കളയുകയാണ്. ആ അവസരത്തിനോട് ഒരു രീതിയിലുമുള്ള കോംപ്രമൈസിന് ബഹുമാനപ്പെട്ട സുമയ്യ ബീവി തയ്യാറാകുന്നില്ല. ആ സുമയ്യ ബീവിയുടെ ഈമാൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഫിലിസ്തീനിന്റെ മക്കൾ, ഫിലിസ്തീനിന്റെ മണൽത്തരികളിൽ ഇസ്രയേൽ എന്ന വമ്പൻ രാഷ്ട്രത്തെയും അമേരിക്കയുൾപ്പെടെ നമ്മുടെ രാജ്യത്തിൽ നിന്നുൾപ്പെടെയുള്ള രഹസ്യമായ പിന്തുണകൾ ഉൾപ്പെടെ പല രീതിയിലും ലഭിക്കുമ്പോൾ ഒരായുധവുമില്ലാതെ നിരായുധരായിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് അത്തിച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അവർക്ക് ഉറപ്പാണ്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. തീർച്ചയായിട്ടും അല്ലാഹു നിർണയിച്ചതല്ലാത്ത ഒരു കാര്യവും നടക്കുകയില്ല. മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ അല്ലാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ സമർപ്പിച്ച ബഹുമാനപ്പെട്ട ബീബി സുമയ്യ റളിയല്ലാഹു തആല അൻഹ അവിടത്തെയുടെ അനുയായികളായി, പിൻഗാമികളായി ഫിലിസ്തീനിന്റെ മക്കളെ, ഫിലിസ്തീനിന്റെ സഹോദരിമാരെ, ഉമ്മമാരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് എവിടെയെങ്കിലും പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ, പ്രതിരോധം നടക്കുന്നുണ്ടെങ്കിൽ, ലോകത്തൊരു പ്രതിരോധം നടക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ഫിലിസ്തീനിന്റെ മണ്ണ് മാത്രമാണ്. പിന്നെ എവിടെയും പ്രതിരോധം നടക്കുന്നില്ല. ഇന്ത്യയിൽ നമുക്ക് നാം നടത്തുന്നത് പ്രതിരോധമല്ല, ജനാധിപത്യ പോരാട്ടമാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നത് ജനാധിപത്യ പോരാട്ടമാണ്. പ്രതിരോധം നടക്കുന്നുണ്ടെങ്കിൽ വമ്പൻ രാഷ്ട്രങ്ങളെയും വമ്പൻ മിസൈലുകളെയും ഗണ്ണുകളെയും നിരായുധരായി വെറും കല്ലുകളെ കൊണ്ട് പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ ഫിലിസ്തീനിൽ മാത്രമാണ്. ആ ഇസ്രയേലിന്റെ പ്രതിരോധത്തെ മാത്രമാണ് പ്രതിരോധിക്കുന്നത്. അത് അവരുടെ ഹൃദയത്തിലുള്ള ഈമാനാണ്. നമുക്കറിയുമല്ലോ, സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കാൻ പറ്റാത്ത പോലെയുള്ള ആ സംഭവങ്ങൾ ഒന്ന് കൃത്യമായിട്ട് വർണ്ണിച്ച് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അബൂജഹലിന്റെ കയ്യിലുള്ള മൂർച്ചയേറിയ വാള് ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടിവയറ്റിലേക്കും അവിടുന്ന് ഗുഹ്യസ്ഥാനത്തിന്റെ പരിസരത്തേക്ക് വരെ മൂർച്ചയേറിയ വാള് കയറ്റി അവിടുന്ന് കൊന്നുകളഞ്ഞപ്പോൾ, ഷഹീദാകുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര പോയ ആദ്യത്തെ രക്തസാക്ഷിയായ ബഹുമാനപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഷഹീദായത്, ആദ്യത്തെ ഷഹാദത്ത് അവിടുന്ന് ഷഹീദാകാൻ വേണ്ടിയിട്ട് ഭാഗ്യം കിട്ടിയത്
രക്തസാക്ഷിത്വം കൈവരിച്ചത്. പിന്നീട് നടന്ന യുദ്ധങ്ങള്, എല്ലാ യുദ്ധങ്ങൾക്കും നഖ്ല് എന്ന രാജ്യത്ത് നടന്ന യുദ്ധവും ബദർ യുദ്ധം, ഉഹദ് യുദ്ധം ഉൾപ്പെടെയുള്ള യുദ്ധങ്ങളിലെ സ്വഹാബത്തിന് പ്രചോദനമായി മുത്തുനബി പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. യാസർ റളിയല്ലാഹു അൻഹു സുമയ്യ ബീവിയുടെ കുടുംബവും സ്വർഗ്ഗത്തിൽ ഒരു വീട് കരസ്ഥമാക്കി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷത്തോടുകൂടെ പറഞ്ഞതറിയാം. അവിടത്തെയുടെ പ്രിയപ്പെട്ട മകൻ പിന്നീട് അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ബദറിന്റെ പോർക്കളത്തിലെ അബൂജഹലെ പിടഞ്ഞു വീണ് കിടന്ന് അവിടുന്ന് ചത്തുപോയ സാഹചര്യത്തിൽ അവിടെ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ തലയറുത്ത് മാറ്റപ്പെട്ട് കിടന്ന അബൂജഹലിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അമ്മാറയെ സമാധാനിപ്പിച്ചത് ചരിത്രത്തിൽ കാണാം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുമായിട്ട് കരാർ നടത്തിയിരിക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പറഞ്ഞത് ഇന്നല്ലാഹസ്തറാ മിനൽ മുഅ്മിനീൻ, തീർച്ചയായിട്ടും സത്യവിശ്വാസികളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ അൻഫുസഹും വ അംവാലഹും, അവർക്കുള്ള സ്വത്തുക്കളും അവർക്കുള്ള ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ കരാർ ചെയ്തിരിക്കുകയാണ്. അള്ളാഹുമായിട്ട് അവർ കരാർ ചെയ്തിരിക്കുന്നത്, അള്ളാഹുമായിട്ടുള്ള അഗ്രിമെന്റ് നടത്തിയിരിക്കുന്നത് സുഖലോക സ്വർഗത്തിന് പകരമായിട്ടാണ്. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ അവിടുന്ന് വധിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ രക്തസാക്ഷിത്വത്തിന്റെ വേളയിൽ അല്ലാഹു ഫൻസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ ഇറങ്ങി. അവിടുന്ന് ഈ ആയത്ത് ഇറങ്ങിയതിന്റെ പശ്ചാത്തലം ചരിത്രകാരന്മാരെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹസ്തറാ മിനൽ മുഅ്മിനീൻ, തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ അവർ തീർച്ചയായിട്ടും കരാർ നടത്തിയിട്ടുണ്ട്. അവർ അല്ലാഹുമായിട്ട് എല്ലാ രീതിയിലും അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ശരീരവും അവരുടെ സ്വത്തുക്കളും മുതലുകളും അള്ളാഹുമായിട്ട് അവർ കരാറിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നബിയെ. അന്നലഹുമുൽ ജന്ന, സ്വർഗത്തിന് പകരമായി. ആ സ്വർഗത്തിന് പകരമായിട്ട് തന്റെ ശരീരവും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയായ ആദ്യത്തെ രക്തസാക്ഷിയായ, വനിതകളിൽ പ്രത്യേകിച്ച് ആദ്യത്തെ രക്തസാക്ഷിയായ ബഹുമാനപ്പെട്ട ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹ എന്ന ആ മഹദിയെ നമുക്ക് സ്മരിക്കാം. അവിടത്തെ ബർക്കത്ത് കൊണ്ട് സുഖലോക സ്വർഗം ലഭിക്കുന്ന വിഭാഗങ്ങളിൽ, ഈമാനോടുകൂടെ ജീവിക്കുന്ന വിഭാഗങ്ങളിൽ അള്ളാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ. എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വന്നാൽ വളരെ ഇസ്തിഖാമത്തോടുകൂടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി വിദ്യത്തിനോടും അതുപോലെ എല്ലാ രീതിയിലുള്ള രാജ്യദ്രോഹ സംവിധാനങ്ങളോടും ശരിക്കും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുവാൻ, മുബ്തദീങ്ങളോട് ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുവാൻ നമുക്ക് അല്ലാഹു കരുത്തുറ്റ ഈമാൻ നൽകി. ബഹുമാനപ്പെട്ട ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെയും ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹുവിന്റെയും അവിടത്തെയുടെയും കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗങ്ങളിൽ അല്ലാഹു നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാരാവട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദ ശഅറ ശരീഫ അല്ലദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ വറിഖാബ ആബാഇനാ ഉമ്മഹാതിനാ മിനദ്ദൈനി വൽ മദാലിമി വന്നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار بحق سيد الكونين والحمد لله رب العالمين.